അസുഖം വന്നാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സകളിൽ ഒന്നാണ് ആന്റിബയോട്ടിക്കുകൾ. പലർക്കും ഇവ വേഗത്തിൽ ആശ്വാസം നൽകുന്ന മാജിക് മരുന്ന് പോലെയാണ് തോന്നുക. എന്നാൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതേ മരുന്ന് തന്നെ ഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബാക്ടീരിയ മൂലമുള്ള അണുബാധകളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. മനുഷ്യകോശങ്ങളെ ബാധിക്കാതെ ബാക്ടീരിയകളുടെ കോശഭിത്തി, പ്രോട്ടീൻ നിർമ്മാണം, DNA എന്നിവയെ ലക്ഷ്യമിട്ട് ഇവ പ്രവർത്തിക്കുന്നു. പെൻസിലിൻ, അമോക്സിലിൻ, അസിത്രോമൈസിൻ തുടങ്ങിയ സാധാരണ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരു പ്രധാന കാര്യം, ജലദോഷം അല്ലെങ്കിൽ പനി ഉണ്ടാക്കുന്ന വൈറസുകൾക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അണുബാധയുടെ തരമനുസരിച്ച് ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയും നിങ്ങൾ അവ കഴിക്കേണ്ട കാലയളവ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ഇവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. പോക്കാനം അല്ലെങ്കിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾ പോലുള്ള പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും വീണ്ടും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ മരുന്നിന്റെ മുഴുവൻ കോഴ്സും നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ ചിലർ ആന്റിബയോട്ടിക് കഴിക്കുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്താറുണ്ട്. അത് കൂടുതൽ പ്രശ്നം ചെയ്യും. ഒരു കോഴ്സിന്റെ മധ്യത്തിൽ ആന്റിബയോട്ടിക്കുകൾ നിർത്തുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മൈക്രോബയോളജി വിഭാഗം ലാബ് ഹെഡ് രവനീത് കൗർ പറയുന്നതനുസരിച്ച് ആന്റിബയോട്ടിക് കോഴ്സ് പൂർത്തിയാക്കാതെ മധ്യേ നിർത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ കുറഞ്ഞാലും ശരീരത്തിൽ ചില ബാക്ടീരിയകൾ ഇപ്പോഴും ജീവനോടെ തുടരാൻ സാധ്യതയുണ്ട്. മരുന്ന് നിർത്തിയാൽ അവ വീണ്ടും പെരുകി രോഗം തിരിച്ചുവരും. പലപ്പോഴും ഈ തിരിച്ചുവരവ് കൂടുതൽ ഗുരുതരമായിരിക്കും. ആന്റിബയോട്ടിക്കുകൾ അകാലത്തിൽ നിർത്തുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. ഇതിലൂടെ സാധാരണ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത ബാക്ടീരിയകൾ രൂപപ്പെടും. ഭാവിയിൽ ചെറിയ അണുബാധ പോലും അപകടകരമാകാൻ കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളാണ്. എന്നാൽ അവയെ അനാസ്ഥയായി ഉപയോഗിക്കുന്നത് ഭാവിയിൽ നമ്മെ ബാധിക്കുന്ന ആരോഗ്യ ഭീഷണികളിലേക്ക് നയിക്കും. ജലദോഷം, പനി, വയറിളക്കം തുടങ്ങിയ വൈറൽ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമല്ലാത്തതിനാൽ എല്ലാ അണുബാധകൾക്കും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൗർ പറഞ്ഞു. ചെറിയ അശ്രദ്ധകൾ വലിയ പ്രശ്നങ്ങളായി മാറാതിരിക്കാനായി ഡോക്ടറുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കുകയും ഓരോ കോഴ്സും പൂർണ്ണമാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ സംരക്ഷണമാണ്.